വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് വേളാപ്പാര എരിക്കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 3 കിലോ വേളാപ്പാര, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പീസോളം വെളുത്തുള്ളി, ഒരു 10-25 ചെറിയ ഉള്ളി ചതച്ചതും, 3 പച്ചമുളകും. ഇനി ഒരു ചട്ടി വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെറിയ തീയിലൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ ഉണ്ടാക്കുന്ന മീൻകറി നമുക്ക് അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറി ആയിരിക്കും. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെയൊക്കെ അളവ് ഞങ്ങളൊരു മല്ലിപ്പൊടിയും മുളക് പൊടിയും 7 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റുക, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നു. നേരത്തെ തന്നെ ഒരു 10 പീസോളം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന. ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ തക്കാളി ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇതിലേക്ക് തലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് തലയ്ക്ക് കുറച്ചുകൂടെ വേവ് ഉള്ളത് കൊണ്ടാണ് അത് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ തല ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനിന്റെ പീസും കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മീൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ